ജോസ് പുളിക്കക്കണ്ടവും മകളും ഭാര്യയും ഉണ്ടോ എന്ന് തോന്നുന്നു, 3 പേർ. അവർ സ്വാഭാവികമായും അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുമെന്നാണ് നമ്മൾ ഇന്നലെ വരെ കേട്ടിരുന്നത്. അപ്പോഴാണ് മായയുടെ രംഗപ്രവേശം. സ്വാഭാവികം കുഴഞ്ഞു മറിയും കാര്യങ്ങൾ. ഇനിയിപ്പോൾ LDF സമീപിച്ചാൽ LDFനോടും നോ പറയില്ല എന്നവരുടെ വാക്കുകൾ പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം വടകര നാദാപുരം മേഖലയിൽ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ CPM ബോധപൂർവം ശ്രമിക്കുകയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്ററും ജനറൽ സെക്രട്ടറി TT ഇസ്മായിലും. സംഘർഷകാലത്തെ നാദാപുരത്തിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ശ്രമം. അക്രമവും ധ്രുവീകരണ ശ്രമവും CPM നിർത്തണം. പോലീസ് കർശന നടപടിയെടുക്കണമെന്നും ഇരുവരും മീഡിയ വണ്ണിനോട് പറഞ്ഞു. കോഴിക്കോട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾക്ക് പിന്നാലെ അക്രമങ്ങൾ പല സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് വടകര നാദാപുരം മേഖലകൾക്ക് അക്രമം ഉണ്ടാകുന്നുണ്ട്. അത് സംബന്ധിച്ച് പലതരത്തിലുള്ള പ്രചരണങ്ങളും നടക്കുകയാണ്. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് MA റസാഖ് മാസ്റ്റർ നമ്മോട് സംസാരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന് പിന്നാലെ വ്യാപകമായ പല തലങ്ങളിലും അക്രമം ഉണ്ടാകുന്നുണ്ട്. എങ്ങനെയാണ് ആ മേഖലയിലെ ഒരു അവസ്ഥ? അതായത് തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ കോഴിക്കോട് ജില്ലയിൽ അവരൊന്നും പ്രതീക്ഷിക്കാത്ത വിജയമാണ് UDFിനുണ്ടായത്. UDF പ്രതീക്ഷിച്ച വിജയമുണ്ടായി, പക്ഷേ അവർ പ്രതീക്ഷിക്കാത്തതാണ് വന്നിട്ടുള്ളത്. ഏകദേശം 900ഓളം ജനപ്രതിനിധികൾ ഈ ജില്ലയിൽ നിന്ന് UDFിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. അതിൽ 500 പ്രതിനിധികൾ നമ്മുടെ മുസ്ലിം ലീഗ് പാർട്ടിയുടേതാണ്. കോൺഗ്രസ് പാർട്ടിയും അതുപോലെ തന്നെ സമാനമായി ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇത് സത്യത്തിൽ അവരെ ഭയപ്പെടുത്തുന്നതാണ്. വരാനിരിക്കുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ ക്ഷീണം ഉണ്ടാകുമെന്ന് അവർ കണ്ടുകൊണ്ട് ഒരു പുതിയ വിഷയം നാദാപുരം മേഖലയിൽ ഉണ്ടാക്കിക്കൊണ്ടുവരിക. പണ്ടുണ്ടായിരുന്ന ആ അവസ്ഥയിലേക്ക് നാദാപുരത്തെ കൊണ്ടുപോകാനുള്ള ആസൂത്രിതമായ നീക്കമാണ് അകാരണമായിട്ടുള്ള ഈ അക്രമം. പാറക്കൽ അബ്ദുള്ള ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ വീട് വളഞ്ഞിട്ട് പോലും പോലീസ് അവിടെ നിസ്സംഗതയാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. യാതൊരു ആക്ഷനുമില്ലാത്ത ഒരവസ്ഥയിൽ അവസാനം ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ഇടപെടലിലൂടെയാണ് അവിടെ പോലീസ് പിന്നീട് പ്രവർത്തിച്ചത്. ഈ ചങ്ങരോത്തുമായി ബന്ധപ്പെട്ട് തന്നെ ഈ അവിടെ ചാണകവെള്ളം തളിച്ചു എന്നൊക്കെയാണ് പ്രചരണമുള്ളതും കേസെടുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നത്. എങ്ങനെയാണ് സംഭവം? എന്താ സംഭവം ഉണ്ടായത്? കൃത്യമായി ഒരു വെള്ളം തളിച്ചു എന്നുള്ളത് ശരിയാണ്. സ്വാഭാവികമായിട്ടും ഒരു ഭരണകൂടം അഴിമതി നടത്തി പിരിഞ്ഞുപോയി ജനങ്ങളുടെ മാൻഡേറ്റ് UDFന് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾ പ്രവർത്തകർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതിനെ ട്വിസ്റ്റ് ചെയ്യുകയാണ്. അതായത് ചാണകം കലക്കി അതിലൊരു ജാതി സംവിധാനത്തെ കൂട്ടിച്ചേർത്ത് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും വലിയ പരാജയം സംഭവിച്ചു. ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യാതായി. അപ്പോൾ എന്തെങ്കിലും റീസൺ കണ്ടെത്തണം. ആ റീസൺ കണ്ടെത്താൻ വേണ്ടി സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ഒരു സമീപനമാണ് ചങ്ങരോത്തുള്ള വിഷയം. തലക്കുളത്തൂരുള്ള വിഷയം നിങ്ങൾക്കറിയാം. തലക്കുളത്തൂർ 65 വർഷത്തിന് ശേഷമാണ് തലക്കുളത്തൂർ പഞ്ചായത്ത് UDF പിടിച്ചെടുക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിന്റെ മുമ്പിൽ നിന്ന് ശരി, തലക്കുളത്തൂരിൽ അവിടെ ഇതുവരെ LDF ആയിരുന്നു ഭരിച്ചത്. ഇപ്പോൾ UDF മാറി വരുന്നു. അപ്പോൾ ഭരണം കിട്ടിയതിന് പിന്നാലെയാണ് ലീഗ് പ്രവർത്തകർ അവിടെ വെള്ളം തെളിച്ചുകൊണ്ടത് ചാണകം തെളിച്ചതാണ് എന്നാണ് LDF ആരോപിക്കുന്നത്. എന്തായാലും ഇന്നലെ LDF പ്രവർത്തകരുടെ വലിയ പ്രതിഷേധ മാർച്ചൊക്കെ ഉണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ലീഗ് നേതാക്കളുടെ പ്രതികരണം.